പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സക്കറിയ 2:10. സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് വസിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന്റെ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മുമ്പിലെ ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധൈര്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് വളരെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നത്. ഈ വചന ശുശ്രൂഷ ആമുഖമായി കർത്താവ് നൽകിയ വചനം ഒരു അനുഗ്രഹീത വചനമാണ്. എന്താണ് വചനം? സിയോൻ പുത്രി നീ പാടി ഉല്ലസിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സിയോൻ പുത്രി നമ്മളെ വിളിക്കുകയാണ്, നീ നന്നായിട്ട് പാട്ട് പാടി നന്നായിട്ട് ഉല്ലസിക്കുക. ഉല്ലസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നല്ല സന്തോഷത്തോടെ ആർപ്പ് വിളികളോടെ. അപ്പോൾ കർത്താവ് പറയാണ്, ആരാണോ നന്നായിട്ട് പാട്ട് പാടി ഉല്ലസിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് ആ സമൂഹത്തിലേക്ക് ഞാൻ വന്ന് വസിക്കും എന്ന് കർത്താവ് പറയും. എന്നിട്ട് പറയാം, ഞാനാ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു എന്നുള്ളതാണ് വചനം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവരും അടുത്തുണ്ടെങ്കിലും ഇതൊന്നും നോക്കാതെ ഒരു കൂട്ടായ്മയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മൾ സ്വർഗ്ഗവാസികളുടെ കൂട്ടായ്മയിൽ ആരാധിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഈ സക്കറിയ 2:10 അഭിഷേകം ഇപ്പോൾ ഈ സമൂഹത്തിൽ സംഭവിക്കും. വിശ്വസിക്കുന്നത് നീ ഭാവനയിൽ കാണണം, വിശ്വസിക്കുന്നത് നീ പ്രഖ്യാപിക്കണം, വിശ്വസിക്കുന്നത് നീ ചെയ്യണം. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നല്ല ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. 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 ആരാധന ആരാധന ആരാധന. ഹല 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 ഹല. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കൈകൾ അടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ നിറയുകയ, അഗ്നിനാവുകളെന്മേൽ പതിക്കുകയ, അഗ്നിജ്വാലകളെന്മേൽ
കൈ ഉയർത്തി കൈയടിച്ച് അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. നല്ല ഹൃദയ തുറവയോടെ വലിയ ആനന്ദത്തോടെ ആരാധിക്കുക. ഓ ദൈവമേ, അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണല്ലോ. ദൈവമേ, അവിടുന്ന് ഒരു സമൂഹത്തിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുമെന്ന് കർത്താവെ വചനത്തിൽ അരുളി ചെയ്തിട്ടുള്ളത് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് കർത്താവെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വസിക്കണമേ. കണ്ണുകൾ കാണാത്തവർ കാണും, ഉടന്നുള്ളവരോ കുതിച്ചുയരും. കണ്ണുകൾ കാണാത്തവർ കാണും, ഉടന്നുള്ളവരോ കുതിച്ചുയരും. സന്തോഷിച്ച് യേശുവിസ തീ കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം സുഖം. യേശുവിസ തീ കവിഞ്ഞൊഴുകി രോഗികൾക്കെല്ലാം അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം 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 അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. അഗ്നിനാവുകളെന്റെ ജ്വാലകളെന്റെ നിറയുകയാ അഗ്നിനാവുകളെന്റെ പതിക്കുകയാ അഗ്നിജ്വാലകളെന്റെ നിറയുകയാ. അഭിഷേകം അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം അഗ്നിമഴ പെയ്തിറങ്ങും അഭിഷേകം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണം. അവിടുന്ന് വചനമായി എഴുന്നള്ളി വരണം. അവിടുന്ന് സൗഖ്യമായി എഴുന്നള്ളി വരണം. അവിടുന്ന് വിടുതലായി എഴുന്നള്ളി വരണം. അവിടുന്ന് സ്നേഹമായി എഴുന്നള്ളി വരണം. അവിടുന്ന് ക്ഷമയായി എഴുന്നള്ളി വരണം. അവിടുന്ന് രോഗശാന്തിയായി എഴുന്നള്ളി വരണം. അവിടുന്ന് വിശ്വാസത്തെ ആത്മാവായി എഴുന്നള്ളി വരണം. അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവായി എഴുന്നള്ളി വരണം. അവിടുന്ന് വിടുതലിന്റെ ദൈവമായി എഴുന്നള്ളി വരണം. അവിടുന്ന് കെട്ടുകൾ അഴിക്കുന്ന ദൈവമായി എഴുന്നള്ളി വരണം. ഓ ദൈവമേ, അവിടുത്തെ കരബലം ഈ സമൂഹത്തിന് ഇപ്പോൾ അവിടുന്ന് പ്രകടിപ്പിക്കണം. ഓ കർത്താവേ, യേശുവിന്റെ പരാജയമായി നിലനിൽക്കുന്ന സകല ദുഷ്ടാരോട് യേശു നാമത്തിൽ ബന്ധിക്കുന്നു. സേവനക്കാർ വട്ടാരത്തിന്റെ ആത്മീയ കൂട്ടായ്മയെ തിരുസഭയോട് ചേർന്നുകൊണ്ട് കർത്താവേ, ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പിടിപ്പിക്കുന്ന സകല ദുഷ്ടാരെയും യേശു നാമത്തിൽ ബന്ധിക്കുക. വിട്ടുവാ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, വചനം നിറയട്ടെ. ഹല 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവഹിതം എങ്ങനെ നിറവേറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും പല മനുഷ്യരും പല സാഹചര്യങ്ങളും പല സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ വിവിധ ജീവിതാവസ്ഥയിൽപ്പെട്ടവര് പറയുന്ന ഒരു കാര്യം, അച്ഛാ, ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കർത്താവിൻ്റെ ആത്മാവ് ഈ മേഖലയിൽ നമുക്ക് ഇന്നൊരു വെളിച്ചം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, 1 John chapter 2 verse 17. ആ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഈ ലോകവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ കെട്ടുപാടും എന്ത് തന്നെയാണെങ്കിൽ ശരി, അതെല്ലാം ഒരു സമയം കഴിയുമ്പോൾ നീങ്ങിപ്പോവും. എന്നാൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും എന്ന് പറഞ്ഞാൽ വചനം നിറവേറ്റുന്നവൻ എന്നേക്കും നിലനിൽക്കും. അത് വളരെ ശരിയാ സഹോദരങ്ങൾ. കാരണം ചിന്തിച്ചു നോക്ക്, വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ കൊച്ചുത്രേസ്യ ഇന്ന് നിലനിൽക്കുകയാണ്, വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്ന് നിലനിൽക്കുക, വിശുദ്ധ ബെനഡിക്റ്റ് ഇന്ന് നിലനിൽക്കുക, വിശുദ്ധ ഡൊമിനിക്ക് ഇന്ന് നിലനിൽക്കുക, നമ്മുടെ കേരള സഭയിൽ വാഴ്ത്തപ്പെട്ടവർ വിശുദ്ധര് ഇന്ന് നിലനിൽക്കുക. എന്താണ് കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ദൈവഹിതം മാത്രം നിറവേറ്റിയത് കൊണ്ട് ബാക്കി എല്ലാം കടന്നു പോയപ്പോഴും അവർ നിലനിന്നു.
ഇനി നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ ആഗ്രഹം ഈ ദൈവഹിതം നിറവേറ്റണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 13:36. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിന് ശേഷം മരണം പ്രാപിച്ചു. ദാവീദിനെ കുറിച്ച് പറയുന്ന വളരെ മനോഹരമായ വചനമാണ്. എന്താ ദാവീദിന്റെ പ്രത്യേകത? ആ തലമുറയിൽ ദൈവം പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ദൈവഹിതം നിറവേറ്റിയതിന് ശേഷം ദാവീദ് മരിച്ചു. ഹല്ലേലൂയ. ചില മനുഷ്യർ പറയാറുണ്ട്, അച്ഛാ എനിക്ക് 1-2 കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, അതും കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ കർത്താവ് എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് പൂർത്തിയാക്കിയിട്ട് മരിക്കണം. വേറെ ചില മനുഷ്യരുടെ ആഗ്രഹമാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലൊരു കൃത്യത നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ മാൾട്ട ദ്വീപിൽ വെച്ച് പാമ്പ് കടിച്ചു. അങ്ങനെ പാമ്പ് കടിച്ച് പാമ്പ് കയ്യിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ പൗലോസ്ലീഹ പറയാ, ഞാൻ അങ്ങനെ മരിക്കുകയല്ല, എനിക്ക് റോമായിൽ പോയി കുറച്ച് കാര്യം കൊണ്ട് ചെയ്യാനുണ്ട്, അത് ചെയ്തതിന് ശേഷമേ ഞാൻ മരിക്കൂ. കണ്ടോ? അപ്പോൾ നിറവേറ്റപ്പെടേണ്ട ദൈവഹിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് വിശുദ്ധരുടെ ജീവിതത്തിലും സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലും ബൈബിളിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് മാത്രം ദൈവഹിതം നിറവേറ്റിയാൽ പോരാ, ജീവിതത്തിന്റെ എല്ലാ സെക്കൻഡിലും ദൈവഹിതം നിറവേറ്റി പോകണം. എഫേസ്യസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, എഫേഷ്യൻസ് ചാപ്റ്റർ 6:6-7. മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാർ ആയിരിക്കുവിൻ. ഹല്ലേലൂയ. ചില മനുഷ്യരുടെ പ്രത്യേകതയാണ്, ഏതെങ്കിലും മനുഷ്യർ കാണുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അധികാരികൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ ദൈവഹിതം നിറവേറ്റുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ കാണിക്കും. വചനം പഠിപ്പിക്കുക അങ്ങനെ ആകരുത്. മറ്റോ സദാസമയം എല്ലാ സമയം യേശുക്രിസ്തുവിന്റെ മുൻപിൽ, ദൈവപിതാവിന്റെ മുമ്പിൽ ദൈവഹിതം നിറവേറ്റുന്നത് പോലെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ മറുവശമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നിരസിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ബൈബിളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 7:30. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫരിസേയര് നിയമജ്ഞരെ കുറിച്ചുള്ള ദൈവഹിതം എന്തായിരുന്നു? അന്ന് അയക്കപ്പെട്ട സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ശരിക്കും അവരെ കുറിച്ചുള്ള ദൈവഹിതം. എന്നാൽ ആ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം അവർ നിരസിച്ചു കളഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതമാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവഹിതമാകണമെന്നില്ല. അപ്പോഴും പ്രശ്നമാക്കി നിൽക്കുക, ഈ ദൈവഹിതം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പറയാ ഹല്ലേലൂയ. ഇങ്ങനെ ദൈവഹിതം ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ പഴയ നിയമത്തിൽ കാണുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ തന്നെ കാണുന്ന ടെൻഡൻസിയാണ് ഒന്ന് ദൈവഹിതം പറഞ്ഞു തരാൻ പറ്റിയ ആരെങ്കിലും തേടിപ്പോവും. അതിനെക്കുറിച്ച് ബൈബിളിൽ ചോദ്യമുണ്ട്. 1 സാമുവേലിലാണത്. 1 സാമുവേൽ 9:9, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 9:9. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ ജനത തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ സമൂഹത്തിൽ ഒരു ദൈവഹിതം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ ഏതെങ്കിലും പ്രവാചകന്മാരെ കാണാൻ പോകും, അല്ലെങ്കിൽ ദീർഘദർശിയും പ്രവാചകൻ ഒന്ന് തന്നെയാണെന്ന് വചനം പഠിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? ഒരു ദൈവഹിതം ഒരു തീരുമാനം എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൗൺസിലർ അടുത്ത് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ അടുത്ത് പോകും. എൻ്റെ സഹോദരങ്ങൾ, അതെല്ലാം നല്ലത് തന്നെയാണ്, ഉറപ്പായിട്ടും അതൊന്നും മോശമുള്ള കാര്യങ്ങളല്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇത് എത്ര കാലം ഇങ്ങനെ പോകും? ഇതിനൊരു അവസാനം വേണ്ടേ? ഇത് എത്ര കാലം ഇങ്ങനെ മറ്റുള്ളവർ ആശ്രയിച്ച് നിൽക്കും? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചും ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റിയൊരു ജ്ഞാനം നമ്മൾ നേടിയെടുത്തേ മതിയാകൂ എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇനി ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. ഈശോയുടെ കൂടെ ജീവിച്ചിരുന്ന, ഈശോയുടെ ഇടത്തും വലത്തും ഇരുന്നിരുന്ന, ഈശോയോട് ഉണ്ടും ഉറങ്ങിയും നിറഞ്ഞ അപ്പസ്തോലന്മാർക്ക് ഇതേ ക്രൈസിസ് ഉണ്ടായിരുന്നു.
കാരണം അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവരൊരു സുപ്രഭാതത്തിൽ നേരിട്ട് ഈശോയോട് അങ്ങോട്ട് ചോദിച്ചു. എന്താ അവർ ചോദിച്ചത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 6:28. അവർ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവർ ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കണം. അവർ ചോദിച്ചത് തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നല്ല ചോദിച്ചത്, മറിച്ച് ഈ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പൊ എന്തായാലും നമുക്കൊരു സമാധാനം കിട്ടും. കാരണം എന്താ, നമുക്കുള്ള അതേ പ്രശ്നം ആർക്കുണ്ടായിരുന്നു? അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈശോ വളരെ കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തു. ആ മറുപടിയാണ് പ്രധാനപ്പെട്ടത്. അത് 29-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാൻ സുവിശേഷത്തിലെ അധ്യായത്തിൽ തന്നെ 29-ാമത്തെ വാക്യം. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. കർത്താവ് പറയാണ്, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഏത്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. ഇവര് ചോദിച്ച ചോദ്യം, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, അവിടുന്ന് അയച്ച, പിതാവ് അയച്ച പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. യേശു ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവഹിതം മാത്രമേ നിറവേറൂ എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയിൽ മാത്രം ആശ്രയിച്ച് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവഹിതം അല്ലാതെ മറ്റൊന്നും നിറവേറുകയില്ല എന്ന് ചങ്കിൽ എഴുതി ഉറപ്പിക്കണം. അത്ര കണ്ടൊരു വിശ്വാസമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ യേശുവിൽ മാത്രം വിശ്വസിച്ച്, ഞാൻ യേശുവിൽ മാത്രം ആശ്രയിച്ച് പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവഹിതം മാത്രമേ നിറവേറുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കണം, ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡീക്കനായ വടവാൾ സെമിനാരിൽ ഡീക്കനായിരുന്ന സമയത്ത് ഓർക്കാണ്, പാലക്കാട് രൂപതയിൽ റീജൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെമിനാരിക്കാരൻ, ഒരു ചമ്മാച്ചൻ എനിക്കൊരു ലെറ്റർ എഴുതി. ആ ലെറ്ററിൻ്റെ കണ്ടന്റ് ഇതാണ്, പ്രിയപ്പെട്ട ഡീക്ക എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചമ്മാച്ചൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ആ ചമ്മാച്ചന് നാളെ പാലക്കാട് രൂപതയിലുള്ള വടക്കഞ്ചേരി ഭാഗത്തുള്ള ഒരു സ്കൂളിൽ ഒരു ക്രിസ്ത്യൻ ധ്യാനം നടത്തണം. അപ്പോൾ ലെറ്റർ എഴുതി ഇങ്ങനെയാണ്, നാളെ എനിക്ക് വടക്കഞ്ചേരി ഇന്ന സ്കൂളിൽ എനിക്കൊരു ക്രിസ്ത്യൻ ധ്യാനം നടത്താൻ എൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഒരു ധ്യാനം നടത്തി അങ്ങനത്തെ പരിചയമൊന്നും എനിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ആകെ ഒരു അങ്കലാപ്പും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ ചമ്മാച്ചൻ ഒരു കാര്യം ചെയ്യണം, ചമ്മാച്ചൻ ഞാൻ നാളെ നടത്താൻ പോകുന്ന ധ്യാനത്തിന് വേണ്ടി ചമ്മാച്ചൻ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എഴുതിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ലെറ്റർ എഴുതുന്ന ഇന്നാണ്, നാളെ ധ്യാനം ആരംഭിക്കും. അപ്പം ഇന്ന് എഴുതിയെടുത്ത് നാളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് തുറന്ന് താഴേക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ഈ എഴുത്ത് ചമ്മാച്ചൻ്റെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും എൻ്റെ ധ്യാനം കഴിഞ്ഞ് 2 ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഈ ചമ്മാച്ചൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഭ അതിനുശേഷം ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. എന്നറിയാവോ? സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, പക്ഷേ ഈ ധ്യാനം കഴിയുമെങ്കിലും ഈ ധ്യാനം കഴിഞ്ഞിട്ട് ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ചമ്മാച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കർത്താവിന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഈ ധ്യാനം കഴിഞ്ഞിട്ട് ചമ്മാച്ചൻ നടത്താൻ പോകുന്ന ഈ 2 ദിവസം ശേഷമുള്ള ആ പ്രാർത്ഥനയെ ഓർത്ത് എൻ്റെ കർത്താവ് ഈ ധ്യാനത്തിൽ എന്നെ അനുഗ്രഹിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നോക്ക സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ, യേശുവിലല്ലാതെ ഈ ലോകത്തിൽ വേറൊന്നിലും ആശ്രയിക്കാത്ത ഒരാളാണ് നീയെങ്കിൽ, ബൈബിൾ വചനപ്രകാരം അധികാരികളുടെ മനുഷ്യരിൽ ആശ്രയിക്കാത്ത ആളാണ് നീയെങ്കിൽ, വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഹിതം മാത്രമേ നിന്റെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിപൂർണ്ണമായി ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുക പറഞ്ഞാൽ പരിപൂർണ്ണമായിട്ട് കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് വെച്ചാൽ പരിപൂർണ്ണമായിട്ട് അങ്ങനെ സമർപ്പിക്കാൻ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം എന്നൊരു സമർപ്പണമാണ് സഹോദരൻ. അതുകൊണ്ട് വിശുദ്ധാത്മാക്കള് സഭാപിതാക്കന്മാർ പലപ്പോഴും ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയെന്നറിയാം. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമുണ്ട്, നമ്മുടെ ഹിതമുണ്ട്. അപ്പോൾ നമ്മുടെ ഹിതം ദൈവഹിതവുമായിട്ടൊന്ന് അനുരൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തും. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ദൈവഹിതമുണ്ട്, നമ്മുടെ ഹിതമുണ്ട്. അപ്പോൾ ദൈവഹിതം മറ്റേതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ഹിതം പരിപൂർണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കൊരു ഹിതമില്ല, ദൈവഹിതം മാത്രമേ ഉള്ളൂ. നമുക്കൊരു ആഗ്രഹവും ഇല്ല, നമുക്കൊരു അങ്ങനെ ഒന്നുമില്ല, ദൈവഹിതം മാത്രം, വേറെ ഒന്നുമില്ല.
അതാണ് ശരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവകത അനുസരിച്ച് പോകുന്ന ഒരു അവസ്ഥ. അത് നമുക്ക് വ്യക്തമാക്കാൻ നല്ലൊരു വചനം ഹെബ്രായ ലേഖനത്തിലുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 8 and 9 വചനം പഠിപ്പിക്കുകയാണ്. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. സഹോദരങ്ങളെ, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, വലിയ സമർപ്പണം നടത്തിയ അബ്രാഹത്തോട് ദൈവം പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അബ്രാഹാം പുറപ്പെട്ടത്. നിങ്ങൾ ഇത് ചോദിക്കുക, ഇപ്പൊ നമ്മൾ ഒരാൾ വന്ന് വേഷമൊക്കെ പറഞ്ഞ് റെഡിയാകാം, നമുക്ക് വേഗം വണ്ടി കയറി പോകണമെന്ന് പറയും. പോകണം നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? എങ്ങോട്ടാണ് പോകണത്? എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ പുറപ്പെടുവോ? ഇല്ല. എന്നാ വചനം പഠിപ്പിക്കുകയാണ്. അബ്രാഹാം പറയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എൻ്റെ ദൈവം പുറപ്പെടാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോൾ അത് നന്മയും ദൈവഗതവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലം അറിയാതെ പുറപ്പെടുകയാണ് അബ്രാഹാം. എന്തൊരു വിശ്വാസത്തിന്റെ ലെവലാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചാൽ ദൈവഗത മാത്രമേ നിന്റെ ജീവിതത്തിൽ നിറവേറുള്ളൂ. പിന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വചനം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. വചനം ഇതാണ്, 1 തെസ്സലോനിക്ക 5:16-18. 1 Thessalonians chapter 5 verse 16 and 18 വചനം പഠിപ്പിക്കുകയാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം. അതിനെ പഠിപ്പിക്കുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നമുക്ക് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ? ജീവിതത്തെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ജീവിതത്തെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ഞെരുക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ ലെവലിൽ നിറവേറ്റിയ ഒരാൾ എന്ന് പറഞ്ഞാൽ, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഒരു തലമുടി ഇഴ പോലും താഴേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ ദൈവം അറിയണം. ഒരു ഇല പോലും താഴേക്ക് വീഴണമെന്ന് ദൈവം അറിയണം. ഒരു പക്ഷി താഴേക്ക് വീഴണമെന്ന് ദൈവം അറിയണം. ഇങ്ങനെയല്ല മത്തായി സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവഗതത്തിന് വിരുദ്ധമായി ഒന്നും നടക്കില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, ദൈവഗതമല്ലാതെ വേറെ ഒന്നും നിറവേറാൻ ഇടവരരുത് എന്ന് പറഞ്ഞ് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ദൈവഗതം മാത്രം നിറവ്. കാരണം ഞാൻ യേശുക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷയ്ക്കും എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ പ്ലാനിങ് എൻ്റെ കണക്കൂട്ടലിനെല്ലാം അപ്പുറത്തേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നന്ദി പറഞ്ഞോളെ. കാരണം എന്താ? ദൈവഗതം മാത്രമേ നിറവേറുള്ളൂ. സങ്കീർത്തനം വെളിപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം. സങ്കീർത്തന പുസ്തകത്തിൽ 33-ാമത്തെ സങ്കീർത്തനത്തിൽ 21-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കാൻ എന്താ കാരണം പ്രിയപ്പെട്ടവരെ? കാരണം നമ്മൾ ദൈവത്തിൽ മാത്രമാണ് ആശ്രയം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിപൂർണമായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവഗതം നിറവേറുള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. കാരണം ദൈവഗതത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ നിന്റെ മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകരുത്. കാരണം എന്താ? ദൈവഗതം നടക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടപെടാതെ ദൈവഗതം പൂർത്തിയാകാൻ. അതാണ് മക്കമാരുടെ പുസ്തകം 1-ാമത്തെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന് 60-ാമത്തെ വാക്യം, ദൈവഹിതം നിറവേറട്ടെ. രണ്ടാമത്തെ സംഗതി എന്താ? ദൈവഗതം നിറവേറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, ദൈവഗതത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചാൽ ഈ ആരാധന സമയത്ത് ഇന്നേ വരെ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ഇനി വരാൻ പോകുന്ന ഓരോ ഇടപെടലുകളിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകാൻ തക്കവിധം ഒരു കൃപ കർത്താവിൽ നേരിട്ട് നമുക്ക് പ്രാപിക്കാം. കരുണാസമ്പന്നനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ തുറന്ന് പിടിച്ച് ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പൂർവ്വ തലമുറയിലുള്ളവർ
ദൈവഗതം നിറവേറ്റ് കടന്നുപോയ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയവർ, ദൈവഗതം നിറവേറ്റ് കടന്നുപോയ പൂർവ്വ തലമുറകളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഇന്നോളമുള്ള ജീവിതത്തിൽ കർത്താവെ ദൈവഗതം നിറവേറ്റാൻ സാധിക്കാത്ത വിധം വിശ്വാസത്തിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കർത്താവ്, അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം മാത്രമേ നിറവേറൂ എന്ന് വിശ്വസിക്കാൻ തക്ക വിധം ഞങ്ങൾ ഉൾക്കണ്ണുകൾ തുറന്നു തരണമേ. കർത്താവേ, ഞങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ നീങ്ങുമ്പോഴും കർത്താവേ, അവിടുത്തെ ഹിതം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നിറവേറൂ എന്ന് വിശ്വസിക്കാൻ തക്ക വിധം വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്ന പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്ന ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും